ഒഴിഞ്ഞാടി ഒഴിഞ്ഞാടി അവസാനം എന്റെ ചേട്ടനെ ഇവര് പിടിപാടുള്ളവളല്ലേ? ഒരു ഉപകാരം ചെയ്, കൊന്നു കളയാൻ പറ. എന്തിനെങ്ങനെ ജീവിക്കുന്നത്? കയ്യും കാലും ഇല്ലാതെ. സാറിന് അവളെ ഇഷ്ടമായിരുന്നോ? സാറിന് മരിയെ ഇഷ്ടമായിരുന്നോ? ശരിക്കും ആയിരുന്നില്ല. ആദ്യം ഉമയ്ക്ക് നല്ലൊരു ജീവിതം, പിന്നെ എന്റെ ജോലി. അതിൽ കൂടുതലുള്ള ജീവിത സുഖങ്ങളെ പറ്റി ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടില്ല. വിവാഹപ്രായം കഴിഞ്ഞൊരു വിവാഹം, അതൊരു കലാകാരിയെ. പിന്നെ അവളുടെ വാലിൽ തൂങ്ങിയുള്ള എൻ്റെ നടപ്പ്, എനിക്കതിന് നന്നേ താല്പര്യമില്ലായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റിപ്പബ്ലിക് ഡേക്ക് 2 ആഴ്ച മുമ്പ് പതിവ് പോലെ ഏതോ കാരണം പറഞ്ഞ് കേരളത്തിന്റെ ഫ്ലോട്ട് ആ പ്രാവശ്യം തള്ളി. അതേക്കുറിച്ച് സംസാരിക്കാൻ പണിക്കർ അന്ന് ഡൽഹിയിൽ വന്നു. അയാളെന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റായിരുന്നു. ശങ്കർ ഇവിടെ വെറൊരു MP. പക്ഷേ അവൻ അന്നേ ഭാഗ്യവാനായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ശങ്കറിന്. മദ്യവിരോധി, ആദർശധീരൻ, സോഷ്യലിസ്റ്റ്. ശങ്കർ ഉൾപ്പെട്ട ഒരു അഴിമതിയുടെ കഥ ഞാനൊരിക്കൽ എഴുതി. അന്നേ എനിക്ക് അവനെ ഇഷ്ടമല്ല, അവൻ എന്നെയും. പക്ഷേ ആ കുറി കഴിഞ്ഞതെല്ലാം മറന്നെന്ന് ഭാവിച്ച് അവരെന്നെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു. ഞാൻ പോയില്ല. ആ വാശിക്ക് അവരെൻ്റെ ചീഫ് എഡിറ്ററെ ഫോണിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. ഞാനന്ന് നവഭാരത് ടൈംസിൻ്റെ എഡിറ്ററായിരുന്നു. എന്താ കേരള ഹൗസിൽ പോകാതിരുന്നത്? എനിക്ക് താല്പര്യമില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ, നമ്മൾ എന്തിനാ അവരെ പിണക്കുന്നത്? എനിക്ക് അവരെ പേടിയില്ല. സാറിന് പേടിയുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അയക്കുക പ്ലീസ്. ചേട്ടാ, മറിയ നല്ല കുട്ടിയാണല്ലേ? കുട്ടിയോ? അവക്ക് 10-30 വയസ്സായി. അതിപ്പോ ചേട്ടന് 35 കഴിഞ്ഞില്ലേ? മരിയക്ക് 30 ആയിട്ടില്ല, ഏറിയ ഒരു 26. നിനക്ക് അവിടെ ഐസ്ക്രീം വല്ല വാങ്ങിച്ചെന്നോ? അയ്യേ, അവരൊരു വാങ്ങി തരുന്ന ഐസ്ക്രീം തന്നെ നടക്കാൻ ഞാൻ ഉള്ളതുപോലെ ഞാൻ എവിടെയും പറയും. എന്ത് നല്ല സ്വഭാവമാണ് ആ കുട്ടിയുടെ, എന്തൊരു സൗന്ദര്യം. ചേട്ടനെ കുറിച്ച് എന്ത് റെസ്പെക്ടോടെയാണ് സംസാരിക്കുന്നറിയോ? ഇക്കാലത്ത് ഇതുപോലൊരു പെണ്ണിനെ കിട്ടുമോ? മതി മതി, ഒരു ഐസ്ക്രീം ഉള്ളതൊക്കെ ആയി, ബാക്കി പിന്നെ. ഓ, ഹായ് GK സാർ. ഹായ് ഉമ. മരിയയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്നെ പറ്റി സംസാരിക്കും? ഞാനല്ല, ഇവളാ. ഞാൻ സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോ പോയെന്നറിഞ്ഞു. പിന്നെ ചേസ് ചെയ്ത് വരികയായിരുന്നു. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അത് സസ്പെൻസ്. നാളെ രാവിലെ സെന്റർ ഹോട്ടലിൽ വരുമോ? എന്താ മോഹിനിയാട്ടം നിർത്തി ക്യാബറ തുടങ്ങാൻ പോകുന്നു? മിസ് മരിയ ഫെർണാണ്ടസ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ മോഹിനിയാട്ടം നടത്താൻ പോകുന്നു. മരിയേ? പണിക്കർ സാറും ശങ്കറും നേരിട്ട് വന്ന് ക്ഷണിച്ചതാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക്സ്. റിപ്പബ്ലിക് ഡേക്ക് ഒരു 50 പാസ് ഒപ്പിച്ചു തരണം. ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടേക്കാം, കൈയടിക്കാൻ ആള് വേണ്ടേ? ഏറ്റു. സാറ് നാളെ വരുമോ? നാളെ തുടങ്ങി സെന്റർ ഹോട്ടലിൽ വെച്ച റിഹേഴ്സൽ. എനിക്കിവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. മറിയ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, വിഷമിക്കണ്ട. പോകാതിരിക്കുന്നതാണ് നല്ലത്. അവരത്ര നല്ല ആളുകളല്ല. ഈ ചേട്ടന്റെ ഒരു കാര്യം, ന്യൂസ് എഴുതി കാണുന്നെല്ലാം കള്ളത്തരാ ചേട്ടന്. ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മരിയ പോയിക്കോ. മരിയേ, അവര് നല്ല ആൾക്കാരാണോ അല്ലെന്ന് നമ്മൾ എന്തിനാ നോക്കുന്നത്? നമ്മൾ ചെല്ലുന്നു, ഡാൻസ് എടുത്ത് തിരിച്ചു പോരുന്നു. അതിനിപ്പോ ഈഗോയാ? ഈഗോ.
സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ വരില്ലെന്ന് വിചാരിച്ചു. ഓഹോ, ക്ഷണിച്ചിട്ട് വന്നാണല്ലേ? അപ്പൊ ക്ഷണിച്ചാ നിങ്ങൾ വരും. മിസ്റ്റർ ജി കെ, ഇത് വളരെ കോൺഫിഡൻഷ്യലായി നടക്കുന്ന ഒരു കേസാണ്. കാണാൻ നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. കാണേണ്ടവർക്ക് റിപ്പബ്ലിക് ഡേ പാസ് എടുത്തിട്ട് കാണാം. ജി കെക്ക് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല. ഈ റിഹേഴ്സലിൽ വന്ന് വായി നോക്കി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ടും ജി കെ വന്നു. അതാണ് ഗ്രേറ്റ്നസ്. സാറ് പോവരുത്. ഞാൻ ക്ഷണിച്ചു വരുത്തിയ ആളെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത്. ആര് ഇൻസൾട്ട് ചെയ്തു? ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, വന്നുപോയി. ഐ എം സോറി. യു പ്ലീസ് കാരി ഓൺ. സാർ, സാർ, കാണുന്നില്ലല്ലോ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ചേട്ടാ, കേരളത്തിന്റെ ഫ്ലോട്ട് ഇല്ലെന്ന് പറഞ്ഞു കേട്ടു. ആര് പറഞ്ഞു? അവിടെ മരിയുണ്ടോ? അവിടെ ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. മരിയില്ല, ശങ്കറും ഇല്ല, പണിക്കില്ല. ഞാനിപ്പോ വരാം. പണിക്കര് സാറില്ലേ? ഇല്ല. ശങ്കർ അവര് വരില്ല. സുഖമില്ലാതെ കിടക്കുകയാണെന്ന് സെൻട്രൽ ഹോട്ടലിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. വോട്ട് തള്ളിയതിന്റെ വിഷമം കാണും. വോട്ട് തള്ളിയതിൽ അവർ സന്തോഷിക്കുകയല്ലേ ഉള്ളൂ. ഉമ്മേ, നീ ഒരു ടാക്സി എടുത്ത് വീട്ടിലേക്ക് പോയിക്കോളൂ. ചേട്ടനോട് പോന്നു. അതൊക്കെ വന്നിട്ട് പറയാം.
മരിയ 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 उस लड़की को अब तक होश नहीं आया। जीके ने उसको हॉस्पिटल पहुंचाया था। मणिकर और शंकर कहाँ है? अंडरग्राउंड में होंगे। ഇറ്റ് ഈസ് ഇംപോസിബിൾ. സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദിസ് ഈസ് മൈ ലാസ്റ്റ് വേർഡ്. കേരള പൊളിറ്റിക്സിലും നാഷണൽ പൊളിറ്റിക്സിലും പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണിത്. അവരൊക്കെ അധികാരം കയ്യിലുള്ളവരാണ്. അവരോട് കളിക്കുന്നത് നമുക്ക് നല്ലതല്ല. ഈ പത്രം പൂട്ടിപ്പാൻ ഇത് മതി. സാർ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാലോ? വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ന്യൂസ് ഈ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ എതിർത്താലും മറ്റെവിടെയെങ്കിലും ഞാനത് പ്രസിദ്ധീകരിക്കും. ജി കെ, നിൽക്കും മിസ്റ്റർ ജി കെ. നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യരുത്. ഒന്നുമില്ല, പെണ്ണിന്റെ ഭാവി ഉണ്ടാകും. ആ പെണ്ണിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങളെക്കാൾ താല്പര്യം എനിക്കുണ്ട്. ഐ ആം ഗോയിങ് ടു മാരി ഹെർ. ഞാൻ അവളെ വിവാഹം ചെയ്യാൻ പോകുന്നു. Hey, what bloody nonsense you are doing? Take him into custody. Yes, sir. What matter? സാർ, എന്താടോ? മരിയയുടെ ഫാദർ വന്നിട്ടുണ്ട്, ഫെർണാണ്ടസ്. ക്ഷമിക്കണം സാർ, ഒരബദ്ധം പറ്റിപ്പോയി. പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ രാഷ്ട്രീയ ഭാവി നശിക്കും. സാറിന്റെ മകളുടെ ഭാവി എന്താവും? മരിയയ്ക്ക് കുഴപ്പമൊന്നുമില്ല സാർ, ഡോക്ടർ പറഞ്ഞു. ഇനി നാട്ടിൽ ചികിത്സിച്ചാൽ മതി. ന്യൂസ് പുറത്തു വരാതിരിക്കാൻ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ എങ്ങനെയെങ്കിലും അത് ചോരും. കാല് പിടിക്കാനെന്ന് വിചാരിച്ചാലും മതി സാർ. ട്രിവാൻഡ്രത്തേക്ക് നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് 2 ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. इनकी हर बात झूठी है. कई बार मैंने इनको निकालने की कोशिश की है. बड़े बड़े लोगों की बेइज्जती करना इनकी आदत है.
कृष्णमूर्ति एक पागल आदमी था या नहीं? हाँ जी, ऑफिस में इन्होंने कई बार झगड़ा किया था। Well, that's all, Your Honor. हाँ जी, मैंने ही कृष्णामूर्ति का इलाज किया है। कृष्णामूर्ति एक पागल आदमी है। ये इलाज की रिपोर्ट है। कृष्णमूर्ति को किस तरह का पागलपन था? He is a schizophrenic patient. पागलपन जो देखा नहीं वो देखा हुआ सा लगता है। Your Honor, his statement is false. All are blatant lies. There's absolutely no relationship between him and my daughter. No one has done any harm to her. She is under treatment in a Kerala hospital after a road mishap. This fellow is mad.